വെൽക്കം ബാക്ക്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ സഹന, ഒരു ലോ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിലൊക്കെ കണ്ട് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിചാരിച്ചത് എന്തായാലും നൈറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ പരിപാടികൾ ചെയ്യുന്നത് മേക്കപ്പ് ഇടും, സ്ട്രെയിറ്റ് ചെയ്യും, ഡയറി എഴുതും, അങ്ങനെ കുറേ കുട്ടി കുട്ടി പരിപാടികളൊക്കെ ഞാൻ ഡെയിലി ചെയ്യാറുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ദ വെരി ഫസ്റ്റ് തിങ്, നമുക്ക് ബെഡ് ഒന്ന് ക്ലീൻ ചെയ്യാം. കാര്യം വേറൊന്നുമല്ല, ഞാനിപ്പോൾ ഒന്ന് കുളിക്കാൻ പോവാണ്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഞാൻ ബെഡ് അങ്ങ് ക്ലീൻ ചെയ്യും. വേറൊന്നുമല്ല, ഒന്നാമത്തെ റീസൺ ബെഡ് ഭയങ്കര അലങ്കോലമായിരിക്കും. അപ്പോൾ കുളിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഈ ബെഡ് അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റിയുടെ കുറവുണ്ടാവും. സോ ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുളിച്ചിട്ട് വരുമ്പോൾ എന്തൊരു ആശ്വാസമാണെന്നറിയാവോ. പിന്നെ വേറെ ഒരു പണിയില്ലല്ലോ നമുക്ക്. കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് വരാം. കാര്യം ഇപ്പം തന്നെ സമയം 11 ആവാൻ പോകുന്നു. ഇതൊരു നല്ല ശീലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരിക്കലും അല്ല. ഈ നൈറ്റ് ഇത്രയും ലേറ്റായിട്ട് കുളിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എല്ലാ പരിപാടിയും കഴിയുമ്പോൾ ഏകദേശം ഈ സമയമൊക്കെ ആകും. പിന്നെ ഇങ്ങനെ ചെയ്യുന്നൊരു ഗുണം, നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. കാര്യം നല്ല തണുപ്പായിരിക്കും, നല്ല രസമായി. ഇപ്പം ഏകദേശം ഒരു മഴയുള്ള സമയമാണല്ലോ, ഡെയിലി മഴ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് നല്ലൊരു സ്ലീപ്പൊക്കെ കിട്ടും. രാത്രി അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് മേക്കപ്പ് ചെയ്യാമെന്ന്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു. അല്ലാണ്ട് യൂഷ്വലി ഞാനൊരു സിറം തേക്കും, ഒരു മോയ്സ്ചറൈസർ ഇടും, അത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ വ്ളോഗ് എടുക്കുന്നതുകൊണ്ടും ഞാൻ പറഞ്ഞില്ലേ, ചില രാത്രികളിൽ എനിക്ക് ഒരു തലയ്ക്ക് ഓളമുണ്ട്. അതായത് മേക്കപ്പ് ചെയ്യാൻ തോന്നും, മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ തോന്നും, മുടിയിലെ പുതിയ ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ തോന്നും, അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ്, ഞാനിത് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, സ്പ്രേ അടിച്ചിട്ട് കിടന്നുറങ്ങും. പെർഫ്യൂം തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ബോഡി മിസ്റ്റ് ഉണ്ടെങ്കിൽ അതും അടിപൊളിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റും, ഭയങ്കര ഫ്രഷ് ഫീലിൽ. ഇത്രയും കഴിഞ്ഞപ്പോൾ പിന്നൊരു മടിയായി, ഇനിയിപ്പം ഒരുങ്ങണോ അങ്ങനെയൊക്കെ. പിന്നെ വിചാരിച്ചു എന്തായാലും ഒരുങ്ങിയേക്കാം, ഒരു ഫ്രഷ് ഫീലൊക്കെ നമുക്ക് സ്വയമേ തോന്നുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, ഒരുങ്ങാം, സ്ട്രെയിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ. അത് നമ്മളുടെ ഒരു മീ ടൈമായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. സ്വന്തമായിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഐബ്രോ, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്, അത്രേ ഉള്ളൂ. സഞ്ജീവ സോ ക്യൂട്ടല്ലേ. നാട്ടിൽ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഞാൻ ഇട്ടുകൊണ്ട് പോയത് ഈ ഒരു സഞ്ചിയിലാണ്. കാര്യം വേറൊന്നുമല്ല, എൻ്റെ മേക്കപ്പ് പൗച്ചുണ്ട്. മേക്കപ്പ് പൗച്ചല്ല, ആക്ച്വലി അതൊരു മേക്കപ്പ് ബാഗാണ്, വലുതാണ്. അത് വൈറ്റും കൂടിയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് അഴുക്കായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നാട്ടിൽ പോകേണ്ടി വന്നപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, ഒരു സഞ്ചി താമര എങ്ങാണ്ടൊന്ന് കൊണ്ടുവന്നു. അത് തുണിയുടെ സഞ്ചി, നല്ല ക്യൂട്ടായിട്ടുണ്ട് അത് കാണാൻ. സോ ഞാൻ അതിൽ അങ്ങ് കൊണ്ടുപോയി. ഞാൻ ആദ്യം കാണിച്ച ലിപ്സ്റ്റിക്കും ഇതും കൂടെയാണ് നമ്മൾ ഇടുന്നത്. എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, സംഭവം എന്താണെന്ന് ഉള്ളത് എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനെ വോയിസ് ഓവറിലുപരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നതാണ് കാണുന്നവർക്ക് താല്പര്യമെങ്കിൽ ജസ്റ്റ് അതൊന്ന് പറയാം, നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ലിപ്സ്റ്റിക് ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് 2 ഷെയ്ഡ്സ് ആണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇട്ടത് ഭയങ്കര ഡാർക്ക് ബ്രിക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അതിനൊന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർസിൻ്റെ ഒരു ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ള 10 ഗേൾ പവർ അതാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് അടിപൊളി ഷെയ്ഡാണ്, മിക്സ് ചെയ്യാൻ അടിപൊളിയാണ്. അല്ലാണ്ട് എനിക്ക് തോന്നിയില്ല, ഒറ്റയ്ക്കിടുമ്പോൾ എനിക്ക് അത്ര സ്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ബാത്ത് ചെയ്ത സമയത്തുള്ള എനിക്ക് യൂസ് ചെയ്യുന്ന എസെൻഷ്യൽസ് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നെക്സ്റ്റ് സൺഡേ പറ്റത്തില്ല, അതിൻ്റെ നെക്സ്റ്റ് സൺഡേ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഒരു സെൽഫ് കെയർ വീഡിയോ ഫുള്ളി നമുക്ക് കാണാം എന്നാണ് വിചാരിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടേ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ വീഡിയോ അവൈലബിൾ ആണ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏതൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡ് സ്ക്രീനിലായിട്ട് അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും ഡയറക്റ്റ് ആ വീഡിയോയിലോട്ട് പൊക്കോളൂ. അങ്ങനെ ഒരു ഐശ്വര്യമായിക്കോട്ടെ എന്ന് കരുതി നമ്മളൊരു പൊട്ടൊക്കെ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തെടുത്ത് വെക്കാം. ഇത് ഞാനല്ല, താമരയാണ്. ആളുടെ ഇപ്പോഴത്തെ ഒരു പരിപാടിയാണ്. ഇപ്പോഴത്തെ പരിപാടി എന്നല്ല, അവളുടെ ഒരു ഹോബിയാണ് ഡെയിലി ബൈബിൾ വായിക്കുക എന്നുള്ളതും. അതുപോലെ ഇതുപോലെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കും. അവൾ അതിൽ നിന്ന് എന്തോ ഒരു തരം പോസിറ്റിവിറ്റി കണ്ടെത്തുന്നുണ്ട്. ഞാൻ പിന്നെ കിടക്കുന്നതിന് മുന്നേ ഉള്ള പ്രാർത്ഥനയാണ്. നാളെ ഞങ്ങളൊരു കടയിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഷോർട്സ് ഞാൻ എന്തായാലും ഇടും. ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പടം വരയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കടയിലൊന്ന് പോകണം. സോ ആ ഷോർട്സ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ പെട്ടെന്ന് അറിയാമല്ലോ.
ഷോർട്സ് മാത്രമല്ല കേട്ടോ, ഒരു ലോങ് വീഡിയോയും കൂടി വരുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇതിനൊരു ബാറ്ററി വാങ്ങിക്കണം എന്നൊക്കെയുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആ കടയിൽ പോയിട്ട് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, ഞാനിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയൊരു ഹാബിറ്റാണ്. നമ്മുടെ നമ്മുടെ ലൈഫിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് കുറച്ച് റിയലൈസേഷൻസ് ഒക്കെ വരത്തില്ലേ? യെസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു ദിവസം എനിക്ക് എന്തൊക്കെ റിയലൈസേഷൻസ് ആണ് എൻ്റെ ലൈഫിനെ പറ്റിയിട്ട് തോന്നിയെന്നുള്ളത് ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ട്. ഈ റിയലൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതാനൊക്കെയുള്ള റീസൺ വേറൊന്നുമല്ല, ഞാൻ സംടൈംസ് ചിന്തിച്ചു കൂട്ടുന്നതൊന്നും എല്ലാം ഒന്നും ശരിയല്ല. അപ്പോൾ ആ ഒരു കാര്യം ഞാനിങ്ങനെ എഴുതുമ്പോൾ പിന്നീട് ഞാനെടുത്ത് വച്ച് വായിച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട്, അത് ശരിയായില്ല. അങ്ങനെ എന്നെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ റിയലൈസേഷൻ ബുക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇത് വേറെ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനൊരു ബുക്കുണ്ടോ, ഇങ്ങനെ എഴുതാൻ പറ്റുമോ, അതൊന്നും എനിക്കറിയാൻ പാടില്ല. സ്വന്തമായിട്ടങ്ങ് തോന്നി, സ്വന്തമായിട്ടങ്ങ് ചെയ്തു. ഈ ചില കാര്യങ്ങളൊക്കെ മറ്റാരെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നാൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല, പക്ഷെ നമുക്ക് നമ്മളെ ശരിയാക്കാനായിട്ട് പറ്റും അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പെന്ന് കൂട്ടിയാൽ മതി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാം. അതെങ്ങനെ എഴുതണം എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് അത്രേ ഉള്ളൂ. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. നേരത്തെ നമുക്ക് കിടക്കാം, കാരണം നാളെ നമുക്ക് ഒരു കടയിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രാവിലെ എണ്ണിക്കാനുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ 10 മണിക്ക് ശേഷമുള്ള ഒരു ലൈഫ്. എല്ലാ ദിവസവും ഇങ്ങനൊന്നും അല്ലെങ്കിലും ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ കാണിച്ച ഒട്ടുമിക്ക കാര്യങ്ങളും ഡെയിലി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ടാറ്റ.